ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാർട്ടി വെയർ ലുക്കിൻ്റെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് നെറ്റിൻ്റെ ക്ലോത്താണ്. അതൊരു 5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും 5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 5 മീറ്റർ ഒന്നും ലൈനിങ് ക്ലോത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് 5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്യണം. കണ്ട ലൈനിങ് ഇതുപോലെ 4 ആക്കിയിട്ട് മടക്കാണ് വേണ്ടത് കേട്ടോ. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. ക്രോസിലൊന്നല്ല കേട്ടോ ഇട്ടിട്ടുള്ളത്, സാധാ അങ്ങനെ നടു മടക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എന്നുള്ളത് നമ്മളുടെ അരവണ്ണം ഹിപ്പ് എത്രയെന്നുള്ളത് നോക്കണം കേട്ടോ നമ്മളുടെ. എന്നിട്ട് അതിൻ്റെ 4/1 ഭാഗം എത്രയായിട്ട് നമ്മൾ തുണി മടക്കിയിട്ടിട്ടുള്ളത് അതിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ നമ്മൾ കൊടുക്കണം കേട്ടോ. ഒരു 10 ഇഞ്ചൊക്കെ കൂടുതൽ കൊടുക്കും. നമ്മൾ എലാസ്റ്റിക് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ അളവ് എനിക്ക് കറക്റ്റ് വേണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ മുകൾ വശത്ത് നിന്ന് താഴത്തേക്ക് ഒരു 5.5 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെയിം അളവ് തന്നെ നമ്മളൊന്ന് ക്രോസ് ചെയ്തിട്ട് ആ ഒരു ലെവലിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പുറത്തെ അറ്റത്തേക്ക് നമ്മൾ 5.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കർവ് ഷേപ്പ് പോലെ നമ്മൾ നെക്കിനൊക്കെ വരക്കില്ലേ, റൗണ്ട് നെക്കൊക്കെ വരക്കുന്ന ഷേപ്പ് പോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റല്ല, നമ്മളെ വേസ്റ്റ് എല്ലാം നമുക്ക് അളവ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി താഴ്ത്തിയിട്ട് ഒരു ഇഞ്ച് കൂടി നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് 3 സൈഡിൽ നമ്മൾ ഓരോ അളവ് തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ 5.5 കൊടുക്കുക, വലിയവർക്കൊക്കെ 5.5 കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ അളവ്. പിന്നെ ഇത് 4 ഇതാക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ അളവാണ്. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ എടുത്തതിൻ്റെ 4/1 ഭാഗമാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കിട്ടും. അടുത്തായിട്ട് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 2.5 ഇഞ്ച് നമുക്ക് പട്ട മേലെ വരുന്നതുണ്ട്. അപ്പോൾ അതും നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. പിന്നെ നമുക്ക് ലൈനിങ്ങിന് 2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെങ്ത്ത് പിന്നെ അടിയിലും മേലായിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതും കൂട്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ താഴത്തുനിന്ന്. പിന്നെ അത് തന്നെ നമ്മളിങ്ങനെ ആ ഒരു പോയിന്റ് പിന്നെ നമ്മൾ 5.5 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അളവ് കൂടി ഇതിൽ കൂട്ടിയെടുക്കണം കേട്ടോ. 5.5 നമ്മൾ മാർക്ക് ചെയ്തില്ല മേലെ കർവ് ഷേപ്പ് പോലെ. അപ്പോൾ ആ അളവ് കൂടി ഇതിൽ കൂട്ടിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ആ അളവും കൂടി കൂട്ടിയിട്ട് വേണം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. അടിഭാഗത്ത് മാത്രം ഇങ്ങനെ നീക്കി കൊടുക്കുക കേട്ടോ. ആ ഫസ്റ്റത്തെ ഭാഗത്ത് മേൽഭാഗത്ത് നമ്മൾ ആ കൈ അങ്ങനെ വെച്ചിട്ട് ടാപ്പ് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. അളവിനനുസരിച്ച് നമ്മളിങ്ങനെ നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗം എത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 41-41.5 നമ്മൾ എടുത്ത അളവെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ തുണി നമ്മൾ കഷ്ണം നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് നമുക്ക് അത്ര കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ തുണി ആകെ ഉള്ളത് 35 ഉള്ളൂ. അപ്പോൾ നമുക്ക് 41.5 വേണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വേണം, അല്ല 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. 2 സൈഡിൽ നമുക്ക് അരയായിട്ട് പോവും ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് എത്ര വേണം എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തെ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമ്മളൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. വേണ്ടത് കറക്റ്റ് നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. തുണി നമ്മൾ നേരെ നടു മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം കട്ട് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 1 ഇഞ്ച് നമ്മൾ മേലേക്ക് കയറ്റി വെക്കുക. തയ്യൽ തുമ്പ് വേണമല്ലോ രണ്ടിനും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് വേണ്ട. കുറച്ച് കൂടുതലായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇതുപോലെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്കി കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ നമുക്ക് 4 പീസ് വേണം കേട്ടോ. ഇപ്പോൾ 1 പീസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതുപോലത്തെ നമുക്ക് 4 പീസ് നമ്മൾ ഇതുപോലെ തന്നെ ഈ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യുക. അടുത്തായിട്ട് മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റാണ് അളവ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അളന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അടുത്തായിട്ട് നല്ല തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലൈനിങ് നേരെ നല്ല തുണിയിൽ നമ്മൾ നേരെ നിർത്തിയിട്ടോ. തുണി നമ്മൾ നേരത്തെ പോലെ തന്നെ നടുമടക്കി 4 ആക്കി മടക്കിയിട്ടുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ നെറ്റിൻ്റെ ക്ലോത്താണിത്. നെറ്റിലാണ് മെയിനായിട്ടുള്ള തുണി കേട്ടോ. അപ്പോൾ ലൈനിങ്ങാണ് നമ്മൾ ഇതുവരെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ വെക്കുക കേട്ടോ. ചിലപ്പോൾ നോർമലായിട്ട് നമുക്ക് ലൈനിങ് ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ട് നെറ്റിൻ്റെ തുണി കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വിരിഞ്ഞിങ്ങനെ കൂടുതലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ തുണി നമ്മൾ അരവണ്ണം നമ്മൾ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട് പിന്നെ കുഞ്ഞു നെറികൾ ഇട്ട് കൊടുക്കണം കേട്ടോ വേണ്ടത്. അല്ല നോർമലായിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റ് അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇറക്കം മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ വേണം. ലൈനിങ്ങിനെ കാട്ടി നമ്മൾ 2 ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് ഇറക്കം വേണം കേട്ടോ. അത്
അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് കറക്റ്റ് ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരയിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തില്ല, അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ അളന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ടാപ്പ് ഇങ്ങനെ പിടിച്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നെറ്റിൻ്റെ തുണി നമ്മൾ വീതി കൂടുതലുള്ള കാരണം നമുക്ക് പീസൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ. എന്നിട്ട് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഇലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത് എത്രയും വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റിൻ്റെ അതേ അളവ് തന്നെ നമുക്ക് എടുക്കണം. പിന്നെ തയ്യൽ തുമ്പോൾ കയ്യിൽ പോയിക്കോളൂ കേട്ടോ. പിന്നെ നല്ല വലിയ ഇലാസ്റ്റിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെടുക്കുക കേട്ടോ. 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ആഡ് ചെയ്യേണ്ട പീസ് ഉണ്ടല്ലോ ലൈനിങ് തുണിയിൽ, അത് നല്ല വശം ഒരുമിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത് കേട്ടോ. കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു നേരെയുള്ള ഭാഗം വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് ആ ഒരു ഭാഗത്ത് വെക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേൽഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ തന്നെ 4 പീസ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടൊന്നും മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ആ കൂടുതലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. 4 കൂടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം സൈഡ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടിയിട്ട്. നേരെ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ട് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട, ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നെറ്റും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് 4 പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് 2 പീസും തമ്മിൽ പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. 2 പീസും കൂടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് നമ്മൾ നിർത്തിയിട്ടിട്ട് നെറ്റ് നമ്മൾ അരവണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ അങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ലൈനിങ് നമുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലൈനിങ് നമ്മൾ ഇതുപോലെ കുഞ്ഞു പ്ലേറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ വേണ്ടത്. ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാനൊക്കെ അത് നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ചെയ്യണില്ല, അത് കറക്റ്റ് ചെയ്ത് അളവിന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അടുത്തതായിട്ട് 2 സൈഡും നമ്മൾ ഒരുമിച്ച് പിടിക്കട്ടെ. 2 സൈഡ് ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്യണം വേണ്ടത്. അത് നമ്മളൊരു 5 ഇഞ്ച് താഴ്ത്തിയിട്ട് ആ ഒരു ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. 2 കൂടിയിട്ട് 4 പീസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ലൈനിങ് നമ്മൾ നീക്കി വെച്ചതിന് ശേഷം ആ ഒരു നെറ്റിൻ്റെ തുണിയില്ലേ, ആ നെറ്റിൻ്റെ തുണി മാത്രമായിട്ട് നമ്മൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. താഴ്ഭാഗം വരെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നേരെ ലൈനിങ്ങിൻ്റെ തുണി മാറ്റിയിടണം. എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നെറ്റിൻ്റെ തുണി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇതില്ലേ ലൈനിങ് ക്ലോത്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ നീക്കി വെക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴ്ത്തിയിട്ടാ, ഒരു 1/2 ഇഞ്ച് അല്ല 2 പോയിൻ്റ് താഴ്ത്തിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. അത് നമ്മൾ താഴ്ഭാഗം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ടിങ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ വേസ്റ്റിൽ ബെൽറ്റ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയും നമ്മൾ സ്റ്റിച്ച് നോക്കിയെടുക്കുക എത്രയും വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡബിളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം 2 സൈഡിലേക്കും. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് നമുക്ക് വേസ്റ്റ് ബെൽറ്റിൻ്റെ വീതി വേണം. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇതില്ലേ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നല്ല വശം ചീത്ത ഭാഗം കൂടി തമ്മിൽ വെച്ചിട്ട് നമ്മൾ റൗണ്ട് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഫുൾ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലാസ്റ്റിൽ എത്തുമ്പോൾ നമ്മൾ കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു തുണി തമ്മിൽ രണ്ടും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. ഇതുപോലെ 2 തുണിയും കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കൂട്ടി സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് മേൽഭാഗം ഒന്ന് മടക്കി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാനല്ലോ, ഒന്നെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം നമ്മൾ 1/2 ഇഞ്ച് എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ടത് ആ ഒരു ഭാഗം നമ്മളിങ്ങനെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പോയിൻ്റ് കൂടി വേണം നമുക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എലാസ്റ്റിക് നമുക്ക് അതിനുള്ളിൽ കടക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇടണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ആ അറ്റം വരുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എലാസ്റ്റിക് കടത്താനുള്ള ആ ഒരു ഗ്യാപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സൂചി കൊടുത്തിട്ട് നമ്മൾ എലാസ്റ്റിക് മെല്ലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്.
കണ്ട ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ട് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എലാസ്റ്റിക് ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. നമ്മൾ പാൻറ്റിലൊക്കെ വള്ളി ഇടാറില്ല, അതുപോലെയാണ് കേട്ടോ എലാസ്റ്റിക് ഇടുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും എലാസ്റ്റിക് പുറത്തോട്ട് പിടിച്ചതിന് ശേഷം അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് അഴിയരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഇട്ടില്ല, നമ്മൾ അവിടെ ഒന്ന് വലിച്ചു പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് അപ്പോൾ എലാസ്റ്റിക്കുമ്പോൾ തട്ടാണ്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ചെയ്ത് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 2 സ്റ്റിച്ച് നമ്മൾ ഒരു അരയിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അവിടെ. അല്ലെങ്കിൽ 3 സ്റ്റിച്ച് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരയിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ സ്കേർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ റൗണ്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് സ്റ്റിച്ചിങ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്തതിൻ്റെ ഷോൾ ഡിസൈൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണാം. പിന്നെ ഇതിൻ്റെ മേലത്തെ പ്രിൻസസ് കട്ടിൻ്റെ ക്രോപ്പ് ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. വീഡിയോസ് ഈസി ആയിട്ടാണ്, വളരെ ഈസി.